പി സേവ്യർ. ഞാൻ മാനാശ്ശേരി ഇടവകയിൽ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് കൃപാസനത്തിൽ വന്നത്. അതിനു മുന്നേ എൻ്റെ ഭർത്താവ് 14-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ വന്നത്, എൻ്റെ ഭർത്താവ്, ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു, 4 വർഷത്തോളം അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് തീർന്ന് ഡിസംബർ 31-ാം തീയതി തീർന്ന്. അപ്പോൾ പിന്നെ എന്താ ഒരു വഴി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി റിട്ടയർമെൻറ്റിൻ്റെ സമയമാണ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടി ഇനി നമുക്ക് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു പോകുന്നത് നമ്മൾ. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരം വന്നത്, നമുക്ക് നാട്ടിൽ ചെന്നാൽ കൃപാസനത്തിൽ ചെല്ലണം, മാതാവിൻ്റെ സന്നിധിയിൽ പോവണം എന്ന് തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്നതാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് ഞാനിവിടെ നിന്നതാണ്. എനിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു ഇവിടെ വന്നു. പിന്നെ ഒരു അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ധ്യാനം കൂടണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വന്നതായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോൾ എനിക്ക് ശരിക്കും ഇരിക്കാനോ മുട്ടുകുത്തുവാനോ ഒന്നും സാധിക്കൂല. ഞാൻ ഗുജറാത്തിൽ പള്ളിയിൽ പോകുമ്പോൾ അൽത്താരയിൽ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു: എൻ്റെ ഈശോയെ, എൻ്റെ നാട്ടിൽ എൻ്റെ പള്ളിയിൽ ചെന്നാൽ താഴെ ഇരിക്കണം. അവിടെയെന്ന് വെച്ചാൽ ഫുള്ള് സീറ്റുണ്ട്, നമ്മളുടെ ബുദ്ധിമുട്ട് അറിയൂല. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോയാൽ ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റൂല. ആ അവസ്ഥ ഞാൻ എങ്ങനെയാണ്, ഈശോയ്ക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇവിടെ തന്നെ ജോലി കൊടുക്കുക, എനിക്കിവിടെ നിൻ്റെ സന്നിധിയിൽ എപ്പോഴും അൽത്താരയിൽ ഫ്രണ്ടിൽ വന്ന് നിന്നോട് പ്രാർത്ഥിക്കുകയും നിൻ്റെ ബലിയിൽ സംബന്ധിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളായിരുന്നു പ്രാർത്ഥന. പക്ഷേ ഈശോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഡിസംബർ 24-ാം തീയതിയാണ് ഞങ്ങൾ വന്നത്. വന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ട് ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു സാഹചര്യവും കടന്നുമാണ് ഇവിടെ എത്തിയത്. ഫ്ലൈറ്റ് കാലാവസ്ഥയിൽ ഭയങ്കര മിന്നലും ഇരുളുമെല്ലാമായിട്ട് 5:40 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ അരമണിക്കൂറിന് മുൻപേ ഭയങ്കര ഒരു അവസ്ഥയിലായി. 2-3 പ്രാവശ്യം ഈ മിന്നലേറ്റ്. അപ്പോൾ എല്ലാവരും കരച്ചിലൊക്കെയായി. 4 മാസമുള്ളൊരു കുഞ്ഞു വരെ ഉണ്ടായിരുന്നു. 150 യാത്രക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈശോയെ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഏറ്റവും വലുത് ആ പൈലറ്റിനാണ് ആത്മധൈര്യം കിട്ടേണ്ടത് ഈ സാഹചര്യത്തെ മറികടക്കാൻ. പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ വളരെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളെ സുരക്ഷിത നഗരത്തിൽ എത്തിക്കണമേ എന്ന്. ഞങ്ങൾക്ക് ഉണ്ണിയേശുവിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളോട് ഒത്ത് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും പിന്നെ പൈലറ്റ് വിളിച്ച് പറഞ്ഞ് എല്ലാവരും റിലാക്സ് ആകും, നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങുന്നു, ഇനി ഈ ഫ്ലൈറ്റ് ഇതിന് എന്തെങ്കിലും റിപ്പയറൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവിടെ ഇറങ്ങി. ആ ഫ്ലൈറ്റ് പിന്നീട് അത് വന്നില്ല. വേറെ ഫ്ലൈറ്റിന് വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ആ ഒരു അപകട സന്ധി തരണം ചെയ്താൽ ഞങ്ങൾ കൊച്ചിയിൽ എത്തിയത്. പിന്നെ അന്നിവിടെ വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റൂല. എന്നാലും ഞാൻ വിചാരിച്ച് അവിടെ കസേരയിലിരിക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴേക്കും എല്ലാം ഓരോരുത്തരും കുർബാന സ്വീകരിക്കാൻ ഇവിടെ വന്ന സമയമായിരുന്നു. അപ്പോൾ കസേര ഒഴിവ് കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ എല്ലാത്തിലും ഓരോ ബാഗ്, പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഏതായാലും അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അവിടെ ബാക്കിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അമ്മയുടെ മുമ്പിൽ തന്നെ കുറച്ച് വന്നിരിക്കാമെന്ന് വെച്ച് ഞാൻ ആ നടുവശം ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. എഴുന്നേക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടിനെ കാണുമ്പോൾ ഈശോയായിരിക്കും അടുത്തുള്ള സഹോദരിമാരെ എന്നെ പിടിച്ചു പോക്കും. ഞാനപ്പോൾ എഴുന്നേറ്റും. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഭാരം മറ്റുള്ളവർ ചുമക്കുന്നല്ലോ. ആ സഹോദരി നീങ്ങിയപ്പോഴും വേറൊരു സഹോദരി എന്നെ പൊക്കാൻ തുടങ്ങി. അതിനുശേഷം അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ സമയത്ത്
അച്ഛൻ പറയുന്നു, പൂച്ചയുടെ തലയോട്ടി പോലുള്ള ഒരു അവയവം, 2 ഹോളുകളുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ, അതിൽ കൂടെ ഞരമ്പുകളും മസിലുകളും എല്ലാം പോകുന്നുണ്ട്. അതിനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ അവയവം ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. Lord Jesus Christ, pour out His Spirit, the fire of finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യവാഗ്ദാനങ്ങളാൽ ഞങ്ങളെ ഭവ്യരായി മാറ്റണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കുക. പൂച്ചയുടെ തലയോട്ടി പോലെ, എന്നാ പൂച്ചയുടെ തലയോട്ടി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല. അതിന് വായും 2 കണ്ണും ദൂരം, ഇതുപോലെ ഒരു അസ്ഥിഭാഗം നമ്മുടെ ശരീരത്തിലുണ്ട്. 3 ദൂരം അതിനുണ്ട്. ഒരു അസ്ഥി ഇങ്ങനെ കുഞ്ഞു പൂച്ചയുടെ തലയോട്ടി പോലെ ഒരു അസ്ഥി, ഉണ്ട പോലെ ഒരു അസ്ഥിക്ക് 3 ദൂരങ്ങളുണ്ട്. അതിലൂടെ ഞരമ്പോ പേശികളോ ഒക്കെ പസ് ചെയ്യണതാണ്. പക്ഷേ ഈ 3 ദൂരങ്ങളിൽ ദ്രവിപ്പുണ്ട്. ആ അസ്ഥി ദ്രവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇത്തരം അസ്ഥിക്ക് രോഗമുള്ളവരെ കർത്താവ് ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യവാഗ്ദാനങ്ങളാൽ ഞങ്ങളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം അപ്പം എനിക്ക് മനസ്സിലായി, എന്നിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ തനിയെ എഴുന്നേൽക്കുകയും എൻ്റെ കാലെല്ലാം ഫ്രീ ആവുകയും ഒരു കുഴപ്പമില്ലാതെ ഞാൻ പിന്നീടുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് എനിക്കെൻ്റെ വീടിൻ്റെ സ്റ്റെയർ കയറാൻ പോലും പറ്റൂലായിരുന്നു. ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ പിന്നെ വേദനയാണ്. അടുക്കളയിൽ കുറച്ച് നേരം ജോലി എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് സംഭവം 14 വർഷത്തിന് മുമ്പ് ഞാൻ ബാത്റൂമിൽ വീണ്, കാല് സ്ലിപ്പായി വീണ്. ബക്കറ്റ്, അലുമിനിയം ബക്കറ്റായിരുന്നു. ആ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെരുപ്പ് സ്ലിപ്പായി ആ ബക്കറ്റിൽ അടിച്ച് വീണ്. അതായത് ആ അവയവം, പെൽവിക് ബോൺ എന്ന് പറഞ്ഞ അവയവം ചതവ്, ഞരമ്പുകൾ 2 ചതവ് പറ്റി. കുറേ നാളുകൾ വേദന സഹിച്ച് ലൂർദ് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു 2 ഞരമ്പുകൾ പോയി, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ട് മോളോട് പറഞ്ഞു, ഡോക്ടർമാരങ്ങനെയൊക്കെ പറയും, അതൊക്കെ വെറുതെ പറയണേന്ന്, നമുക്ക് വേറെ പണിയുണ്ടാന്ന് നോക്കാമെന്നും പറഞ്ഞ് ആ വേദനകൾ സഹിച്ച് ഇടക്ക് ആയുർവേദം, അലോപ്പതി എല്ലാം മരുന്ന് കഴിക്കും. പക്ഷേ എനിക്ക് അധികം നേരം നിൽക്കാൻ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും പറ്റൂലായിരുന്നു. എന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ജാംനഗർ, ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അഹമ്മദാബാദ് വരെയും ബസ്സിന് പോകണം. അപ്പോൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചാഞ്ഞ് ഇരിക്കാൻ പറ്റൂല, നേരെ തന്നെ ഇരിക്കണം. ഇരുന്നാൽ തന്നെ എഴുന്നേറ്റാൽ ഭയങ്കര വേദനയായിരിക്കും. ആ വേദന സഹിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ചില നേരം മക്കളെ സ്കൂളിൽ വിടുന്ന, കോളേജിൽ അവർ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഈശോ തന്ന ശരീരം, ഈശോ തന്ന ആത്മാവ്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ തൊഴിക്കുക, എൻ്റെ ശരീരത്തെ കത്തിവെക്കാനായിട്ട് അനുവദിക്കരുതേ ഈശോയെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. ഈ കഴിഞ്ഞ മാസം 22-ാം തീയതി തുടങ്ങി ഞാൻ പൂർണ്ണ സൗഖ്യമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും സ്റ്റെയർ കയറി ഇറങ്ങി യാത്ര ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ വന്നത് ഇവിടം വരെ നിന്നാ വന്നത്. എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു.